ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. ഇസ് മീ ടിൻ വർഗീസ്. ഞാൻ ഓൾറെഡി ഈ ഒരു ഫിലിമിനെ കുറിച്ച് റിവ്യൂ ഇട്ടതാണ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഫിലിം അത് ഇപ്പോൾ OTT തന്നെ റിലീസായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് അവൈലബിളാണ്. ഞാൻ എൻ്റെ മദർ ടങ്ങായ മലയാളത്തിൽ വേണ്ടി മലയാളം ലാംഗ്വേജ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം കട്ട് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്ന്. വലിയ മാറ്റമൊന്നും കാണത്തില്ല, പക്ഷേ എന്നിരുന്നാലും കൂടി നല്ല മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. പൊന്നോ, ഒരു രക്ഷയില്ല. എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു സിനിമയുടെ ഇൻ്റർവെല്ലിന് മുന്നേ എന്തൊക്കെ കോപ്രായങ്ങളാണ് സത്യം പറഞ്ഞ സിനിമ. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ലോജിക്ക്, സിനിമയാകുമ്പോൾ ലോജിക്ക് വേണമെന്നില്ല. ഈ അവാർഡ് പാടത്തിന് വരെ ലോജിക്കുകൾ നോക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും കൂടി എന്തോ ഇത് ശങ്കർ അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്തിനു ശേഷം ഔട്ടോട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞെന്ന് വേണം പറയാം. കാരണം അദ്ദേഹം എന്തിനു ശേഷം എടുത്തേക്കുന്ന എല്ലാ ഫിലിമും കൂടെ മാത്രമേ ഉള്ളൂ ഇച്ചിരി ബെറ്ററായിട്ട് ഇന്നത്. ബാക്കി അത് വിക്രത്തിൻ്റെ പരിശ്രമം മൂലമാണ്. പിന്നെ ബാക്കിയുള്ള കടങ്ങളൊക്കെ എടുത്ത് നോക്കി ഏറ്റവും അവസാനം ഇന്ത്യൻ 2 എന്തോ എടുത്തു വെച്ചാണ്. കാരണം എനിക്ക് അത്ര ദേഷ്യം തോന്നാനുള്ള കാര്യം എന്താണെന്ന് പറയാൻ, കമലഹാസൻ പോലുള്ള ഒരു ലെജൻഡിന് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റായിട്ടുള്ള ഒരു ഫിലിമായ ഇന്ത്യനെ എടുത്തിട്ട് സീക്വലാക്കുമ്പോൾ അതിന് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാതെ അതിനെ എത്രത്തോളം മോശമാക്കാമോ അതിനെക്കാട്ടിലും ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നു. അത് നോക്കുവാണെങ്കിൽ അതും ഇതിൻ്റെ സീക്വലായിട്ട് എന്തൊക്കെ കോലംബിച്ചുകളാണോ കാണിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പല ഫിലിംസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തിരൻ്റെ സെക്കൻഡായ 2:0 അതിനകത്താണെങ്കിൽ വന്നേക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, എന്തിനകത്ത് കഥയ്ക്ക് വേണ്ടി VFX പറഞ്ഞപ്പോൾ 2:0 VFXന് വേണ്ടി കഥയോ ഉണ്ടാക്കി. സത്യത്തിൽ അതിനകത്ത് ഒരു പോർഷനൊക്കെ കഴിഞ്ഞപ്പോൾ രജനീകാന്തും അക്ഷയ് കുമാറും അഭിനയിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ 2 കമലഹാസന് കൂടെ പോയ 10-15 മിനിറ്റ് റോളുണ്ട്. ബാക്കി എന്ത് കോണാമ്പിച്ച് 100-200 കോടി മുടക്കിയിട്ട് എന്തോ ഒരു സീരിയൽ പണി വെച്ചേക്കുന്നത്. എന്നതാണ് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ, തിയേറ്ററിൽ കണ്ടപ്പം എൻ്റെ മദർ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിൽ കണ്ടപ്പോൾ ഇച്ചിരി കൂടെ ഇത്രയ്ക്ക് മോശമായാണല്ലോ ഈ സിനിമ എന്ന് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ കമലഹാസൻ സാറിൻ്റെ മുമ്പുള്ള ഫിലിമായ വിക്രം, എൻ്റെ പൊന്നു, ദാറ്റ് ഈസ് എ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ലോകേഷ് കനകരാജ് ആൻഡ് ശങ്കർ എന്ന് പറഞ്ഞാൽ ലെജൻഡാണ്, കോപ്പാണ്, കുറച്ചക്കളമാണ്. പക്ഷേ ഈ പറയുന്ന കൊച്ചു പയ്യനല്ല, അദ്ദേഹം വലിയ ആളാണ്, ലോകേഷ് കനകരാജ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനോട് പോലും കിടപിടിക്കാൻ പറ്റുന്നില്ല. ഇനി ഇന്ത്യൻ 3 വരുന്നു. ഇനി രാംചരനെ കൊണ്ടൊന്ന് നശിപ്പിക്കാൻ വേറൊരു പടം വരുന്നു. എല്ലാം ബെൽട്ട് എന്തോ സോ പത്തറ്റിക് ഫിലിം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഞാൻ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന, ഏറ്റവും കൂടുതലെന്നല്ല, ഇന്ത്യൻ സിനിമയിൽ എനിക്ക് റെസ്പെക്റ്റ് ഒന്നുമല്ല, ഒരു ആരാധന തോന്നിയ ഒരു കഥാപാത്രമാണ് കമലഹാസൻ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇത്ര വൾഗറായിട്ടുള്ള നോക്കൂ. ഇന്ത്യൻ 1-നകത്തൊരു ഷോട്ടുണ്ട്, അത് ഞാൻ കഴിഞ്ഞ റിവ്യൂ പറഞ്ഞാണ്. 1-നകത്തൊരു ഷോട്ടുണ്ട്, മകൻ കമലഹാസനെ അച്ഛൻ കമലഹാസൻ കൊല്ലുമ്പോൾ ഉള്ള ഒരു അപ്പാന്ന് വിളിക്കുമ്പോൾ ഉള്ള ഒരു ഇമോഷനും, അതോടൊപ്പം തന്നെ ആ ഒരു സേനാപതി എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം തൻ്റെ കർമ്മത്തിൽ നിന്നും വിടാതുള്ള ഒരു മുഖത്തുനിന്ന് വരുന്ന ഒരു എക്സ്പ്രഷനുണ്ട്. എൻ്റെ പൊന്നെ, വാട്ട് ക്ലാസ്! അതാണ് ഡയറക്ഷൻ, അതാണ് ബ്രില്യൻസ്. അതിൻ്റെ ഒരു വർഷനാണോ ഇത്? സോ പത്തറ്റിക്. അപ്പോൾ ഓക്കെ, signing out.